അപ്പോൾ രാവിലെ എണീച്ച് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പമൊക്കെ ചുടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അരച്ചൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സാധാരണ കലക്കി ചുട്ടിട്ടുള്ള അപ്പം ചുടാമെന്ന് വിചാരിച്ചു. പിന്നെ കറിയായിട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മുട്ടയും പൊഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പിള്ളേർക്ക് സ്കൂളിൽ ലഞ്ചിന് നമ്മൾ ചോറ് കൊടുത്തുവിടാൻ വേണ്ടി ചോറ് അപ്പുറം അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്, അരി ഇട്ടിട്ടുണ്ട്. പിന്നെ കറിയായിട്ട് കൊഴുവയും പൊരിച്ച് കൊടുത്തുവിടാം. പിന്നെ സാധാരണ നമ്മുടെ പച്ചപ്പയറുണ്ടല്ലോ, അതും ഒലുത്തി കൊടുത്തു എന്നാണ് വിചാരിച്ചത്. പക്ഷേ പയറൊന്നും ഒലുത്തിട്ട് കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അയറൊന്നും അങ്ങനെ കഴിക്കും. ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അവളെ സ്കൂളിൽ വിടുന്ന കാര്യം ഓർത്തിട്ട് ഇപ്പോഴേ എനിക്ക് ടെൻഷനാണ്. ഇപ്പോഴേന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിട്ട് തുടങ്ങിയിട്ടോ. അങ്ങനെ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അവൾ പച്ചക്കറികളൊന്നും കഴിക്കില്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ അവളുടെ മിസ് എന്തായാലും കഴിപ്പിച്ചോളൂ എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോ ദിവസം ഓരോ വെജിറ്റബിൾസ് മാറി മാറി വെളുത്തിയൊക്കെ കൊടുത്ത് വിടാറുണ്ട് കേട്ടോ. ഇച്ചിരിയൊക്കെ കഴിക്കും, ഇച്ചിരിയൊക്കെ കളയുമെന്ന് എനിക്കറിയാം. എന്തായാലും കുറച്ചെങ്കിലും കഴിപ്പിക്കുമെന്ന് അറിയാം. അങ്ങനെ തന്നെ കൊടുത്ത് ശീലിച്ച് കഴിച്ചോളൂ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ മീനാണ് അവൾക്ക് കൂടുതലും ഇഷ്ടം. അപ്പോൾ എന്തായാലും ഒരു മീൻ പൊരിച്ചതും പിന്നെ അതുപോലെ എൻ്റെ കൂടുതലൊരു പച്ചക്കറി എന്തെങ്കിലും അരിഞ്ഞ് കൊടുത്തു വിടും. പിന്നെ നമ്മൾ പയർ വെളുത്താൻ വേണ്ടിയിട്ട് ചോറ് വെന്ത് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുപ്പത്തേക്കാണ് നമ്മൾ പയറൊരു ചട്ടിയിൽ വേവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് അടിക്കുന്ന ഇളക്കി കൊടുത്തു. അത് ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു സവാള അരിഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടക്കറി വെറുതെ ഒരുപാട് ചാറൊന്നും ഇല്ലാതെ മസാല പോലെ ഉണ്ടാക്കാനാണ് വിചാരിച്ചത്. തേങ്ങ വറുത്തരച്ച ഇടയ്ക്ക് ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇപ്പം അപ്പത്തിന് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വെറുതെ മസാലയായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ മുട്ട പൊഴിഞ്ഞ് വെച്ചതിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം ചൂടുവെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് പച്ചവെള്ളം ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഓർത്തത് പിള്ളേർക്ക് വെള്ളം കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ച് വെച്ചതിൻ്റെ ചൂടാറിയിട്ടില്ലായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് വെള്ളം ഇല്ല എന്നുള്ളതായിരിക്കും ഓർത്തത്. അല്ലെങ്കിൽ രാത്രി തന്നെ തിളപ്പിച്ച് വയ്ക്കുമ്പോൾ രാവിലെ ചൂടാറിയിട്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചപ്പോൾ തന്നെ കുറച്ച് വെള്ളം മാറാൻ വേണ്ടി ഊറ്റി ടേബിളിൻ്റെ പുറത്തുനിന്ന് വെച്ചതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഭാഗം ഒന്ന് തുറന്ന് വെച്ചേക്കുവാണെങ്കിൽ കാറ്റും കൊണ്ട് ചൂടാറിക്കൊള്ളുമല്ലോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടയുടെ ചൂട് മാറി. പിന്നെ മുട്ടയുടെ തൊണ്ടൊക്കെ പൊളിച്ചെടുത്തു. മുട്ട ഒരു ലക്ക് പോലെയാണ് എല്ലാം കറക്റ്റായിട്ട് ഡെയിലി കിട്ടാറ്. മിക്കവാറും കിട്ടാറുണ്ട് കേട്ടോ. പക്ഷേ ചിലതൊക്കെ ഒന്ന് പൊട്ടിപ്പോകുന്നല്ലാണ്ട് ഇതിപ്പോൾ 2 പീസായി പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെയാലും കഴിക്കാനല്ലേ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് സവാള വാടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുളക് പൊടി തീരുമായിരുന്നു. അതുകൊണ്ട് ഉള്ളത് അങ്ങോട്ട് കമത്തിയിട്ടു. അങ്ങനെ മസാലയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച് മുട്ടക്കറി റെഡിയാക്കി. പിന്നെ നമ്മുടെ ചോറിനുള്ള പയർ വെളുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടക്കറി ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് വെള്ളമൊന്നും അങ്ങനെ ഒഴിച്ചിട്ടില്ല കേട്ടോ. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അങ്ങനെ ഒരുപാട് ചാറില്ലാണ്ട് ഗ്രേവി പോലെയാണ് കേട്ടോ മുട്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പയർ വെളുത്താൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും ഒരു പണി ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ മുട്ടക്കറിയിൽ ഇട്ടപ്പോഴത്തേക്കും ടിന്നിലുണ്ടായിരുന്ന മുളക് പൊടി തീർന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പിന്നെ പുതിയ പാക്കറ്റ് പൊട്ടിച്ച് അങ്ങനെ തന്നെ അതിനകത്തേക്ക് കമത്തി കൊടുത്തപ്പോഴത്തേക്കും കുറച്ചധികം മുളക് പൊടി ചാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ബാക്കി കോരി മാറ്റി കളയാണ്ട ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ മുട്ടക്കറിയൊക്കെ റെഡിയാക്കി അത് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ പയർ വെളുത്താൻ വേണ്ടിയിട്ട് നിന്നപ്പോൾ കിട്ടിയ പണിയാണിത്. അങ്ങനെ ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് പയറും വെളുത്തി മീനും പൊരിച്ച് കുറച്ച് പപ്പടം പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പടം കൊടുത്തു പറഞ്ഞാൽ അതെങ്കിലും കൂട്ടി കഴിച്ചോട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ കൊടുത്തു പറഞ്ഞതാണ് കേട്ടോ. എന്തായാലും കുറച്ചൊക്കെ മിസ് കഴിപ്പിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ ഐശ്വര്യം മമ്മൂനെ പറ്റി എനിക്ക് അങ്ങനെ ടെൻഷനില്ല. ഐശ്വര്യം മീൻ കൊടുത്തിട്ട് എന്തായാലും കളയുന്നറിയാം. ബാക്കിയൊക്കെ എന്തായാലും കഴിച്ചോളും. അപ്പോൾ ലഞ്ച് ബാക്കിയാണതൊക്കെ അടുത്ത വീഡിയോ കാണിക്കട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.